ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇത് നമ്മുടെ 41ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീരീസിൽ നമ്മൾ 2025 PSC നടത്തിയിട്ടുള്ള ജനറൽ എക്സാമിന്റെ മലയാളം ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡിസംബറിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ആദ്യം തന്നെ ലൈക്ക് ചെയ്തേക്കട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ രീതി തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇവിടെ ഏതൊക്കെയാ വന്നത്? പാരീസിലെ ബാസ്റ്റിൽ കോട്ടയുടെ പതനം, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്നതാണ്. വിപ്ലവങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ SCRT-യിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ക്രമീകരണം ഓപ്ഷൻ A ആണ്. 213 എന്നാണ് വരുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി സംഭവമാണ് ആദ്യം നടക്കുന്നത്. പിന്നെ പാരീസിലെ ബാസ്റ്റിൽ കോട്ടയുടെ പതനം, പിന്നെ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം കേട്ടോ. ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം ഏതാ വർഷം നോക്കാം. 1773 ഡിസംബർ 16-നാണ് കേട്ടോ. ഡിസംബർ 16-നാണ് ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം നടക്കുന്നത്. അത് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. നെക്സ്റ്റ് പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനാണ്. അത് 1789-ലാണ്. 1789 ജൂലൈ 14-നാണ് കേട്ടോ. ജൂലൈ 14-നാണ് നടക്കുന്നത്. പിന്നെ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. അത് 1789 തന്നെയാണ്. എന്നാണ്? ഓഗസ്റ്റ് 26-നാണ് കേട്ടോ. ഓഗസ്റ്റ് 26-ന്. ഇതൊക്കെ പഠിക്കണേ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് കേട്ടോ. ഇതിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധമാണ് കേട്ടോ. 1741-ലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. നമുക്കറിയാം ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയും അതുപോലെ ഡച്ചുകാരും തമ്മിലായിരുന്നു ഈ ഒരു യുദ്ധം നടന്നിട്ടുള്ളത്. നെക്സ്റ്റ്, പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഏതാണ്? പോളവാരം ജലസേചന പദ്ധതിയാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണെന്നാണ്. ഏതാണ്? ഗോദാവരി നദിയിലാണ് പോളവാരം ജലസേചന പദ്ധതി. നെക്സ്റ്റ്, ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏതാണെന്നാണ് കേട്ടോ. അപ്പൊ ഗാസ യുദ്ധം സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏവാന്നാണ് ചോദിച്ചത്. ഇതിൽ ഓപ്ഷൻ A ആണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പ്രസ്താവനകള്? ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13-ന് ഈജിപ്തിലെ ഷെരം അൽ ഷെയ്ഖിൽ നടന്നു എന്നുള്ളതാണ്. ഇത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ഡേറ്റ് ഏതാണ്? 2025 ഒക്ടോബർ 13-നാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത്. നെക്സ്റ്റ് ഏതാ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്ത അൽ സിസിയും ആണ് അധ്യക്ഷത വഹിച്ചത്. ഓക്കെ, ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റിട്ടോ. ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനം എടുത്തില്ല എന്നുള്ളത് തെറ്റാണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവാന്നാണ്. ഇവിടെ എന്താണ്? ഓപ്ഷൻ C ആണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം എന്നാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലാണ്. അതുപോലെ സ്വാഭിമാന പ്രസ്ഥാനവും EV രാമസ്വാമി നായ്ക്കർ കേട്ടോ. ഈ രണ്ട് ജോഡികളാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ആര്യസമാജം സ്വാമി വിവേകാനന്ദ എന്ന് കൊടുത്തിട്ടുണ്ട്. ആര്യസമാജാണ് ആരാണ്? നമുക്കറിയാം ആര്യസമാജം ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജത്തിന്റെ സ്ഥാപകന്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവാന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഏതാണ്? ഓപ്ഷൻ D ആണ്. രണ്ടാമത്തേത് മാത്രമാണ് ശരിയായിട്ടുള്ളതെന്നാണ്. ഓക്കെ, ഏതാണത്? ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ബാക്കി പ്രസ്താവനകളൊക്കെ തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചതെന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ തെറ്റാണ്. എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനാണ് കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാനമാണ് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ചിട്ടുള്ളത്. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രസ്താവന. അതും തെറ്റാണ്. എവിടെ വെച്ചിട്ടാണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ തുടക്കം കുറിച്ചത്? എവിടെ വെച്ചിട്ടാണ്? നമുക്കറിയാം മുംബൈയിൽ വെച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ മുംബൈയിൽ വെച്ചിട്ടാണ്.
നെക്സ്റ്റ് ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാന്നാണ്. ഓപ്ഷൻ എ വാവുവേലിയാണ്. വാവുവേലി. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോഴാണ് ഈ ഒരു വാവുവേലി രൂപപ്പെടുന്നത് കേട്ടോ. നെക്സ്റ്റ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഏതാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. നമുക്കറിയാം ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ. അപ്പൊ കാഞ്ചൻജംഗയോ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ട്ടോ. ഇന്ത്യയിൽ മാത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. പിന്നെ ദോഡാബേട്ട ഇത് നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ അത് ദോഡാബേട്ടാണ് കേട്ടോ. എവറസ്റ്റ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എവറസ്റ്റ് ആണ്. എവിടാ സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. ഓക്കെ. നെക്സ്റ്റ് ഖാദർ ഏത് മണ്ണിനത്തിന്റെ വകഭേദമാണ്? ഖാദർ ഏത് മണ്ണിനത്തിന്റെ വകഭേദമാണ്? ഓപ്ഷൻ ബി എക്കൽ മണ്ണിന്റെ വകഭേദമാണ് ഖാദർ. നെക്സ്റ്റ് അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഹൈഗ്രോമീറ്റർ ആണ് ട്ടോ. ഹൈഗ്രോമീറ്റർ. നെക്സ്റ്റ് പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വത ചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം തായ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? എങ്ങനെയാണ്? ഓപ്ഷൻ ബി തായ്വരക്കാറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ. അപ്പൊ തായ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് വീശുന്നത് കൊണ്ട് അത് തായ്വരക്കാറ്റാണ്. നെക്സ്റ്റ് 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ആരാണ്? ഈ സന്തോഷ് കുമാർ ആണ്. ഇത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഏതാണ്? പ്രസ്താവന 1, 3 ശരി. ഏതൊക്കെയാണ്? കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. അതുപോലെ ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി. അപ്പൊ ഈ രണ്ട് പ്രസ്താവനകളുമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. എന്താണ്? കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ നാണ്യവിളകളിൽ നിന്നും വിളകളിലേക്ക് ആകർഷിച്ചു എന്നുള്ളത് എന്താണ്? തെറ്റാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണം കാരണം കർഷകര് ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ നാണ്യവിളകളാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 3 ശരി എന്നാണ് കേട്ടോ. നെക്സ്റ്റ് ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് എപ്പോഴാ? ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ്. 1970 പകുതി മുതൽ 1980 പകുതി വരെ. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് കേട്ടോ. പ്രസ്താവനകൾ ഒന്ന് നോക്കാം. ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1991 നിലവിൽ വന്നു. അടുത്തത് GATTന്റെ പിൻഗാമിയായിരുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എന്താ GATT? ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രാഫിക് ആൻഡ് ട്രേഡ് ആണ് കേട്ടോ. ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രാഫിക് ആൻഡ് ട്രേഡ്. അതിന്റെ പിൻഗാമിയായിരുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതുപോലെ ഗാറ്റ് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ള? ഇത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2, 3 ശരി എന്നാണ് കേട്ടോ. അതായത് ഗാറ്റിന്റെ പിൻഗാമിയായിരുന്നു WTO. ഗാറ്റ് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ഇത് രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവന 1ലാണ് തെറ്റുള്ളത് കേട്ടോ. എന്നാണ്? 1995 ജനുവരി 1 എന്ത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകമാണ്. ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ശിശുമരണ നിരക്കുണ്ട്, ആയുർദൈർഘ്യം ഉണ്ട്, പകരുന്നതും പല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ നിർണ്ണയിക്കുന്നത്. നെക്സ്റ്റ് നിതി ആയോഗായി യോജിക്കാത്ത പ്രസ്താവന ഏത്? നിതി ആയോഗുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഏതാണ്?
ഓപ്ഷൻ എ ആണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നുള്ളതാണ് യോജിക്കാത്ത പ്രസ്താവന കേട്ടോ. ബാക്കി നോക്കാം. സഹകരണ ഫെഡറലിസം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ശരിയാണ്. പദ്ധതികളുടെ നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു എന്നുള്ളത് ശരിയാണ്. നീതി ആയോഗ് ഊന്നൽ നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിലൂടെയുള്ള പദ്ധതികൾക്കും സംരംഭങ്ങൾക്കുമാണെന്നുള്ളതും ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് തെറ്റുള്ളത്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നീതി ആയോഗ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെ 2015 ജനുവരി 1 ഇത് നീതി ആയോഗ് നിലവിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് യോജിക്കാത്ത പ്രസ്താവന. നെക്സ്റ്റ്, ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം കേട്ടോ. 2023 പ്രമേയമാണ്. G20 പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ് നോക്കാം. ഏതാണ്? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവിയാണ് കേട്ടോ. ഒരു ഇത് ഓപ്ഷൻ നോക്കിയാൽ അറിയാം, തിരിച്ചൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരേ ഓർഡറിൽ തന്നെ പഠിക്കട്ടെ. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 2023 പ്രമേയമാണ്. നെക്സ്റ്റ്, 19ാമത്തത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഓക്കെ, ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി 2002 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അല്ലെ. ഓക്കെ, 86 ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. 86 ഭരണഘടനാ ഭേദഗതിയാണ്. ഏത് ആർട്ടിക്കിളിലാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്? നമുക്കറിയാം ആർട്ടിക്കിൾ 21A ഇത് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. മൗലികാവകാശമാക്കി കൂട്ടിച്ചേർത്തത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇതിൽ തെറ്റായത് കണ്ടെത്താനാണ്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയൊക്കെ പഠിക്കണേ. 44 എന്താണ്? സിവിൽ നിയമസംഹിത. 63 ഭാരതത്തിന് ഒരു ഉപരാഷ്ട്രപതി. 79 പാർലമെന്റ് രൂപീകരണത്തെ പറ്റി. ഓക്കെ, അപ്പൊ 38 തുല്യനീതിയും സൗജന്യ നിയമസഹായവും എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, 38 ഈ ഒരു തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാ? 39 എ യിലാട്ടോ. 39 യിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അനുച്ഛേദം 38 എന്താണ് പറയുന്നത്? ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായിട്ട് ഒരു സാമൂഹിക ക്രമം ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. തുല്യനീതിയും സൗജന്യ നിയമസഹായവും 39 യിലാണ് ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബിൽ പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണെന്നാണ് കേട്ടോ. ഒരു ബില്ല് പണബില്ലാണോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കർക്കാണുള്ളത് കേട്ടോ. ലോക്സഭാ സ്പീക്കർ. നെക്സ്റ്റ്, വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? എത്ര വർഷം? ഓപ്ഷൻ സി 20 വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങൾ ലഭ്യമാവും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഏതെന്നാണ് കേട്ടോ. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്. ഓക്കെ, ഏതായിരുന്നു? ഓപ്ഷൻ ബി മർബറി വി എസ് മഡിസൺ കേസിലാണ് കേട്ടോ. 1803 മർബറി വി എസ് മഡിസൺ കേസിലാണ് ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. ഇവിടെ ഓപ്ഷനിൽ നോക്കാം. ഈ ഒരു കേശവാനന്ദ ഭാരതി കേസും അതുപോലെ ഗോലഖ്നാഥ് കേസൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞാൽ? എന്താ? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന സുപ്രീം കോടതി പ്രഖ്യാപിച്ചൊരു കേസാണ് കേട്ടോ. ഈ ഒരു കേസിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന ഘടന സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വർഷം നോട്ട് ചെയ്യുക, 1973. അതുപോലെ തന്നെയാണ് ഗോലഖ്നാഥ് കേസ്. അതെന്താണ്? മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചൊരു കേസാണ് കേട്ടോ. ഓക്കെ, ഗോലഖ്നാഥ് കേസ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്.
പഠിക്കണേ. ഇന്ത്യൻ രാഷ്ട്രപതി ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗമല്ല. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല സഭയാണെന്നുള്ളതും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താ തെറ്റ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6ലാണ് ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഭാഗം 5ലാണ് കേട്ടോ. ഭാഗം 5ലാണ് 79 മുതൽ ആർട്ടിക്കിൾ 79 മുതൽ 122 വരെയാണ് ഇതിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഭാഗം 5ലാണ്. നാലാമത്തെ പ്രസ്താവനയിലോ പാർലമെന്റ് എന്ന പദം ഉത്ഭവിച്ചത് പാർലർ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണെന്നാണ് പറയുന്നത് കേട്ടോ. ഈ പ്രസ്താവനയും തെറ്റാണ്. പാർലമെന്റ് എന്ന പദം രൂപപ്പെട്ടത് എന്താണ്? പാർലർ എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് പദമല്ല, ഫ്രഞ്ച് പദമാണ്. ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്. ഓക്കെ, ഈ പാർലമെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു പദത്തിന്റെ അർത്ഥം എന്താണ്? സംസാരിക്കുക എന്നാണ് കേട്ടോ. സംസാരിക്കുക. അപ്പൊ ഫ്രഞ്ച് പദാണ്. നെക്സ്റ്റ്, മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? ഏതാണ് ഏതാണ് അനുച്ഛേദം? ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 26ലാണ് പറയുന്നത് കേട്ടോ. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശത്തെ പറ്റി പറയുന്നത് ഏത് അനുച്ഛേദത്തിലാണ്? അനുച്ഛേദം 26ലാണ്. നെക്സ്റ്റ്, പ്രൊരോഗേഷൻ എന്നത് എന്താ? പ്രൊരോഗേഷൻ എന്നത് ഓപ്ഷൻ സി ഒരു സെഷൻ അവസാനിക്കുന്നു എന്നാണ് ട്ടോ അർത്ഥാക്കുന്നത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? ഓക്കെ, ഇപ്പൊ ആരാണത്? ഓപ്ഷൻ ഡി ആണ്. അതെ, രാജ്കുമാർ റാവു ആണ് ട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വ്യക്തമായിട്ട് വായിച്ചു നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? രാജ്കുമാർ റാവു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ബോളിവുഡ് നടനാണ് കേട്ടോ. ഇദ്ദേഹം ഒരു ബോളിവുഡ് നടനാണ്. അപ്പൊ നക്സൽ ബാധിത പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്ന പോളിംഗ് ഓഫീസറുടെ കഥ പറഞ്ഞ് ന്യൂന്യൻ എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള അഭിനയവും അതുപോലെ ജനാധിപത്യ പ്രക്രിയയെ കുറിച്ചുള്ള സന്ദേശവും ഒക്കെ കണക്കിലെടുത്താണ് ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ഒരു ബോളിവുഡ് നടനാണ്. നെക്സ്റ്റ്, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭ്യമാകുന്നത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭ്യമാകുന്നത്? ഓപ്ഷൻ ബി 1,00,000 രൂപ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 29ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ MC ജോസഫൈൻ തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തിയാണ് ട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ശ്രീമതി KC റോസക്കുട്ടി ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം പദ്ധതിയാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. പി സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? പി സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ മരണ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ബാക്കി ആൾക്കൂട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? പി സച്ചിദാനന്ദന്റെ ആദ്യ നോവലാണ് ആൾക്കൂട്ടം ട്ടോ. ഓക്കെ, അപ്പൊ മരണ സർട്ടിഫിക്കറ്റ് എന്ന കൃതിയിലാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്. ഓക്കെ, അപ്പൊ പി സച്ചിദാനന്ദന്റെ തൂലികാ നാമം എന്താണ്? ആനന്ദാണ്. നെക്സ്റ്റ്, ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതെന്നാണ് കേട്ടോ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതായത് CFC. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണെന്നാണ് കേട്ടോ. ഏതാണ് ഇതില്? ഓപ്ഷൻ ബി മലേറിയ ആണ് കേട്ടോ. മലേറിയ ഒരു പകർച്ചവ്യാധിയാണ്. പ്ലാസ്മോഡിയം പ്രോട്ടോസോവ ആണ് മലേറിയക്ക് കാരണമാകുന്നത്. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതെന്നാണ് കേട്ടോ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. ഓപ്ഷൻ എ കരൾ. നെക്സ്റ്റ്, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഡി. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? സ്തനാർബുദം. നെക്സ്റ്റ്, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏത്? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി.
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 38ാമത്തെ ക്വസ്റ്റ്യൻ. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് കേട്ടോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഇവയിലെല്ലാം എന്നാണ്. ഏതൊക്കെയാണ്? സിറിഞ്ചിന്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിന്റെ കസേരയിൽ, ഇവിടൊക്കെ എന്താണ് പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. നെക്സ്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ്. ഇപ്പൊ ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഒന്നാമത്തെ രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്തത് കേട്ടോ. അതെല്ലാം വ്യത്യസ്ത വേഗതയുള്ളവയാണ്. അതുപോലെ മൊബൈൽ ഫോണിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു. ഈ രണ്ട് പ്രസ്താവനകളാണ് കൊടുത്തത്. അപ്പൊ എന്താണ്? ശൂന്യതയില് എല്ലാ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്കും എന്താണ് ഒരേ വേഗതയാണുള്ളത് കേട്ടോ. വ്യത്യസ്ത വേഗതയല്ല, ഒരേ വേഗതയാണുള്ളത്. ഓക്കെ. ഏതാണ്? പ്രകാശത്തിന്റെ വേഗതയ്ക്ക്, അതായത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗത ഉണ്ടാവുക. നെക്സ്റ്റ്, മൊബൈൽ ഫോണിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതും തെറ്റാണ്. എന്താണ് ഇവിടെ? മൈക്രോവേവ്സ് അല്ല, എന്താണ് ഹൈ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹൈ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഇനി ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ്? പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. ഓക്കെ. നെക്സ്റ്റ്, 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എത്ര എന്നാണ് കേട്ടോ. ഇവിടെ വർക്ക് എനർജി തിയറം അനുസരിച്ച് ഒരു വസ്തുവിൽ ചെയ്യപ്പെടുന്ന ആകെ പ്രവൃത്തി എന്നത് എന്താണ്? അതിന്റെ ഗതികോർജത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് തുല്യമായിരിക്കും കേട്ടോ. ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? ½ mv² ആണ് ഇക്വേഷൻ. ½ mv². ഓക്കെ. ഇവിടെ എം മാസ് ആണ് അല്ലെ. അപ്പൊ മാസ് ഇവിടെ എത്രയാണ്? 20 കിലോഗ്രാം ഭാരം എന്ന് കൊടുത്തിട്ടുണ്ട്. എം = 20 kg എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ്? നിശ്ചലാവസ്ഥയിലാണ് അല്ലെ. നിശ്ചലാവസ്ഥയിൽ പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇനീഷ്യൽ പ്രവേഗം v1 = 0 ആയിരിക്കും. v2 കൊടുത്തിട്ടുണ്ട്. എന്താണ്? v2 = 20 മീറ്റർ പെർ സെക്കൻഡ് എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കൈനറ്റിക് എനർജി, ആദ്യത്തെ നിശ്ചലാവസ്ഥയിലുള്ള കൈനറ്റിക് എനർജി കാണുമ്പോൾ നമുക്ക് ഇവിടെ 0 എന്നാണ് കിട്ടുക. കാരണം ഇവിടെ വെലോസിറ്റി ഇവിടെ എന്താണ്? v1 = 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ മൊത്തം എന്താണ് സമവാക്യം ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ. അപ്പൊ K2 കാണാൻ എന്താ ചെയ്യുക? K2 = ½ m നമുക്കറിയാം 20 ആണ് അല്ലെ. 20 കിലോഗ്രാം ആണ്. പ്രവേഗം v2 നമുക്കറിയാം 20 സ്ക്വയർ എന്ന് വരും അല്ലെ. സ്ക്വയർ mv² അല്ലേ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും 4000 കേട്ടോ. 4000 ജൂൾ എന്ന് വരും. ഓക്കെ. അപ്പൊ നമ്മൾ കൈനറ്റിക് എനർജിയിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് നമുക്ക് വർക്ക് ആയിട്ട് എടുക്കുന്നത് അല്ലെ. അപ്പൊ അതായത് K1 - K2 ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താ കിട്ടുക? 4000 ജൂൾ എന്നാണ് കിട്ടുക. ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ 4000 ജൂൾ. നെക്സ്റ്റ്, 41ാമത്തെ ക്വസ്റ്റ്യൻ. 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം ആണ്. ഓക്കെ. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റ് ആണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണെന്നാണ് കേട്ടോ. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവന തെറ്റാട്ടോ. രണ്ടെന്താണ്? LVM-3യുടെ 3ാമത്തെ ഓപ്പറേഷൻ പറക്കലാണ് ഇത് എന്നുള്ളത് കേട്ടോ. 5ാമത്തെ ഓപ്പറേഷൻ പറക്കലാണ്. അതുപോലെ ഭാരം കുറവായതിനാൽ വിക്ഷേപണം എളുപ്പമായിരുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ് തെറ്റുള്ളത്? ഇവിടെ നമുക്കറിയാം എന്താണ് സാധാരണയായിട്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾക്ക് എന്താണ് ഭാരം കൂടിയ വിഭാഗത്തിൽ പെടുന്നവയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് വിക്ഷേപിക്കാനായിട്ട് ISROയുടെ ഏറ്റവും വലിയ റോക്കറ്റായ LVM-3 തന്നെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. ഭാരം കുറവ് എന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. അതായത് 2ഉം 4ഉം എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ. n = 3, l = 2, m = 1 എന്നും അതുപോലെ n = 3, l = 2, m = 0. ഇവിടെയാണ് എന്ത്? ഒരേ ഊർജം ഉണ്ടായിരിക്കുക. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിന് നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? ഓക്കെ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അയോണീകരണ ഊർജത്തിന്റെ ആരോഹണ ക്രമമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ ശരിക്കും ക്രമം വരേണ്ടത്? ഇവിടെ
ബോറോൺ ലെസ് ദാൻ, കാർബൺ ലെസ് ദാൻ, നൈട്രജൻ അല്ല ഇവിടെ വരേണ്ടത്, ഇവിടെ ഓക്സിജൻ ലെസ് ദാൻ നൈട്രജൻ എന്ന് വരണം കേട്ടോ. ഇവിടാണ് മാറ്റം വരേണ്ടത്. നെക്സ്റ്റ്, ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് കേട്ടോ. ഇതിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ സി ആണ്, ജോൺ എം മാർട്ടിനിസ്. ഓക്കെ, ബാക്കി സുസുമു കിറ്റാഗാവ, അതുപോലെ ഒമറിയാഗി, റിച്ചാർഡ് റോബ്സൺ, ഇവരൊക്കെ എന്താണ് 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരാണ്. ഇനി താഴെ പറയുന്നതിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? കിളിപ്പാട്ട് വൃത്തമായിട്ട് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി കേകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളത്തിന്റെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ വിഗതകുമാരൻ. നെക്സ്റ്റ്, മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഇശലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? ഓപ്ഷൻ ബി ആണ്, സുനിൽ ഗാവസ്കർ ആണ്. നെക്സ്റ്റ്, തക്ബൂർണി എന്ന സമകാല നോവൽ രചിച്ചതാര്? ഓപ്ഷൻ ബി ആണ്, വന്ദനാണ് കേട്ടോ, വന്ദന. ഇനി വരുന്ന 10 ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ അതിവിടെ സോൾവ് ചെയ്യുന്നില്ല കേട്ടോ. മാത്സിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ഇടാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൊജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. പ്രൊജക്ട് ടൈഗറുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇതിൽ നിന്ന് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി, അതായത് 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണെന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ദേശീയ തലത്തിൽ കടുവകളുടെ സംരക്ഷണത്തിനായി 1972 പ്രൊജക്ട് ടൈഗർ ആരംഭിക്കുന്നതെന്നാണ് കേട്ടോ. ഇത് തെറ്റാണ്. 1973 1973 ഏപ്രിൽ 1 എന്ത് പ്രൊജക്ട് ടൈഗർ ആരംഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? കേരളത്തിലെ 2 കടുവാ സങ്കേതങ്ങളാണ് പെരിയാറും വയനാടും എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈ പ്രസ്താവനയും തെറ്റാണ്. കേരളത്തിൽ നിലവിൽ 2 കടുവാ സങ്കേതങ്ങളാണ് ഉള്ളത്. അവ പെരിയാറും പറമ്പിക്കുളം ആണ് കേട്ടോ. വയനാടല്ല, പറമ്പിക്കുളം. നെക്സ്റ്റ്, ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? ഓപ്ഷൻ ഡി, വന്യജീവി സംരക്ഷണ നിയമമാണ്. നെക്സ്റ്റ്, എലിഫന്റ് റിസർവറുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. എലിഫന്റ് റിസർവറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ എ ആയിരുന്നു കേട്ടോ. 2ഉം 3ഉം ആയിരുന്നു ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള എലിഫന്റ് റിസർവ് ആനമുടി ആണെന്നുള്ളത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന ആണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? നിലമ്പൂർ എലിഫന്റ് റിസർവിന്റെ ഭൂപ്രദേശം മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഈ പ്രസ്താവനയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് വയനാട് എന്ന് ഇവിടെ വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 2ഉം 3ഉം എന്നുള്ള ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാ ചെയ്തത്. കാരണം ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവിടെ വയനാട് എന്ന് കൊടുക്കരുതായിരുന്നു. വയനാടല്ലാതെ ബാക്കി പ്രദേശങ്ങളൊക്കെ നിലമ്പൂർ എലിഫന്റ് റിസർവിന്റെ ഭൂപ്രദേശങ്ങളിൽ പെട്ടാണ് കേട്ടോ. വയനാട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു എലിഫന്റ് റിസർവ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ഏതാണ്? ഓപ്ഷൻ എ നീലഗിരിയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനാവരണം അല്ലെങ്കിൽ ഫോറസ്റ്റ് കവർ ഉള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോളതാപനത്തിന്റെ സൂചകങ്ങൾ ഏതൊക്കെയാണ്? ആഗോളതാപനത്തിന്റെ സൂചകങ്ങളാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് 1, 2, 3. അതായത് സമുദ്രനിരപ്പ് ഉയരുന്നത്, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ.
നെക്സ്റ്റ് കരിമ്പുയ വന്യജീവി സങ്കേതത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ്. ഇവിടെ ഓപ്ഷൻ സി 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ചോലനായ്ക്കന്മാർ താമസിക്കുന്ന മാഞ്ചിരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിൽ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടു വരുന്നു. ഓക്കെ, അപ്പൊ കേരള വന നിയമത്തിലെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ വന്യജീവി സങ്കേതമായി വിജ്ഞാപനം ചെയ്തത്. ഈ ഒരു പ്രസ്താവനയിലാണ് തെറ്റുള്ളത് കേട്ടോ. ഓക്കെ, ഈ പ്രസ്താവന തെറ്റാവാൻ കാരണം എന്താണ്? അതായത് ഒരു പ്രദേശം വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വന്യജീവി സംരക്ഷണ നിയമം 1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ചാണ് കേട്ടോ, കേരള വന നിയമം വഴിയല്ല. ഓക്കെ, നെക്സ്റ്റ് ഡോണ്ട് ബൈ ട്രിബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ഓക്കെ, ഏതാണ് ഇവിടെ വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ട്രാഫിക് ആണ്. ബി ട്രാഫിക്. ഓക്കെ, എന്താണ് ട്രാഫിക്കിന്റെ ഫുൾ ഫോം? ട്രേഡ് റെക്കോർഡ്സ് അനാലിസിസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂണ ഇൻ കൊമേഴ്സ് ആണ് കേട്ടോ. ട്രേഡ് റെക്കോർഡ്സ് അനാലിസിസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂണ ഇൻ കൊമേഴ്സ്. വന്യജീവികളുടെയും സസ്യങ്ങളുടെയും ഒക്കെ അനധികൃതമായ ആഗോള വ്യാപാരം തടയുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഇത് ട്രാഫിക്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രചാരണ പരിപാടിയാണ് ഡോണ്ട് ബൈ ട്രിബിൾ. നെക്സ്റ്റ് IUCN വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ 1 ഓൺലി എന്നാണ് കേട്ടോ, അതായത് മലബാർ വെരുക്. അടുത്ത ക്വസ്റ്റ്യൻ കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ് കേട്ടോ. കടലുണ്ടി വള്ളിക്കുന്ന് ആണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിക്കുന്നത്. കടലുണ്ടി വള്ളിക്കുന്ന് റിസർവിന്റെ വിസ്തീർണം 1.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. 3 പ്രസ്താവനകളും പഠിക്കാനുള്ളതാണ്. കറക്റ്റ് ആണ്. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുന്നത് തിരഞ്ഞെടുക്കുക എന്നാണ്. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഒന്ന് ക്രമീകരിച്ച് നോക്കാം. ജനുവരി 5 ദേശീയ പക്ഷിദിനമാണ്. ജനുവരി 5. ഏപ്രിൽ 22 ഭൗമദിനമാണ്. ഓക്കെ, അടുത്തത് സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമാണ്. സെപ്റ്റംബർ 16. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായ ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാനാണ്. ഇവിടെ ശരിയായിട്ടുള്ള ക്രമീകരണം ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ വന നിയമം 1927 ആണ്. വന്യജീവി സംരക്ഷണ നിയമം 1972 ആണ്. കേരള വന നിയമം 1961 ആണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ആണ്. അപ്പൊ ഈ പ്രസ്താവനകളൊക്കെ പഠിക്കാനുള്ളതാണ്. നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ഓപ്ഷൻ ബി കോന്നിയാണ്. നെക്സ്റ്റ് ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്ഷൻ സി ആണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. നെക്സ്റ്റ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് എന്നാണ് കേട്ടോ. UNEP-യുടെ പ്രഖ്യാപനം അനുസരിച്ച് 2024 ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് സൗദി അറേബ്യയാണ്. 2021 മുതൽ 2030 വരെ UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായിട്ട് ആചരിക്കുന്നു. 1922 UN ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാനുള്ള തീരുമാനിച്ചത്. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ പ്രൊജക്ട് എലിഫന്റ് രൂപീകരിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക എന്നാണ്. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ആണ് കേട്ടോ. കാട്ടാനയുടെയും അവയുടെ ആവാസ വ്യവസ്ഥയും ഇടനാഴികളും സംരക്ഷിക്കുക. മൃഗ സംരക്ഷണം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക. നാട്ടാനുകളുടെ ക്ഷേമം ഉറപ്പാക്കുക. നെക്സ്റ്റ് റെഡ് ഡാറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏത് തരം ജീവികളെ സൂചിപ്പിക്കാനാണ്? ഓപ്ഷൻ എ വംശനാശം സംഭവിച്ച ജീവികളെ സൂചിപ്പിക്കാനാണ്. നെക്സ്റ്റ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ്? ഓപ്ഷൻ ഡി ഡെറാഡൂണിലാണ്. നെക്സ്റ്റ് ജീവനക്കാരുടെ സെൻസിറ്റീവായ
ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതേ സെക്ഷൻ 43A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥമാണ്. ഏത് സെക്ഷൻ? സെക്ഷൻ 43 പ്രകാരമാണ് കേട്ടോ. 80ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ടവ ഇനി പറയുന്നത് പൊരുത്തപ്പെടുത്തുക എന്നാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 1 അതായത് സെക്ഷൻ 66C ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷയെ പറ്റിയാണ്. അടുത്തത് സെക്ഷൻ 66EO സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ. സെക്ഷൻ 66F സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ. നെക്സ്റ്റ്, ഇനിയുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഐദർ യു ഓർ ഐ ഡാഷ് ടു ചൂസ് ദ പോസ്റ്റ്. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഐ ആം എന്ന് വരും കേട്ടോ. നെക്സ്റ്റ്, ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെന്റ്. ഇതിന്റെ പാസീവ് ഫോം എന്താണ്? ദ ഡോക്യുമെന്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ദേ വെർ നോട്ട് അഷെയിംഡ് ഡാഷ് ഹഗ് ഈച്ച് അതർ. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്, 2 ആട്ടോ. നെക്സ്റ്റ്, ഗെറ്റ് റെഡി ഫോർ ദ ഡെസൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഇതിന് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എ ഇമ്പാരറ്റീവ് സെന്റൻസിന്. നെക്സ്റ്റ്, ഷീ വിൽ ഡാഷ് ദ പൊസിഷൻ ഓഫ് ദ മാനേജർ ടുമോറോ. ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ടേക്ക് അപ്പ് വരും കേട്ടോ. ടേക്ക് അപ്പ് ദ പൊസിഷൻ ഓഫ് ദ മാനേജർ ടുമോറോ. നെക്സ്റ്റ്, ചൂസ് ദ ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ ഏതാണ് ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ്? ഓപ്ഷൻ സി ആട്ടോ, മാനോവർ. നെക്സ്റ്റ്, ഇഫ് ന്യൂ ഹെർ അഡ്രസ് ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. ഇവിടെ എന്താ വരിക? ഓപ്ഷൻ സി ആണ്, കുഡ് റൈറ്റ് ആണ്. നെക്സ്റ്റ്, സിനോണിം ഓഫ് സക്കംബ്. സിനോണിം ഓഫ് സക്കംബ് ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. ഈൽഡ് അതുപോലെ റെലന്റ്. നെക്സ്റ്റ്, 89ാമത്തെ ക്വസ്റ്റ്യൻ, ഐ ആസ്ക്ഡ് ഹിം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ, ചേഞ്ച് ദ സീക്വൻസ് സെന്റൻസ് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരിക. I asked him if he could join the team on that day. Next, the idiom stand for stop avoiding the main issue and speak directly. Okay, ഇതിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ സി ആണ്, ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ നിന്നാണ്, ഒന്നും കൂടെ നോക്കട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു. ഓപ്ഷൻ എന്താണ്? അതിരഥൻ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 2 വാക്കും, ഓപ്ഷൻ എ അധിരഥൻ എന്നും ബി അതിരഥൻ എന്നീ 2 വാക്കും കറക്റ്റ് ആയതിനാലാണ് ഈ ഒരു എക്സാം ഡിലീറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപക്രമം എന്ന പദത്തിന്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏത്? ഉപക്രമം എന്ന പദമാണ്, അതിന്റെ വിപരീതാർത്ഥമായിട്ട് വരുന്ന പദം ഏത്? 92 ഡി ആണ്. ഏതാണ്? ഉപസംഹാരാണ്, ഉപസംഹാരം. നെക്സ്റ്റ് 93ാമത്തെ ക്വസ്റ്റ്യൻ, പൂവമ്പ് എന്ന പദം എരിച്ചെഴുതുക. പൂവമ്പ് എന്ന പദം എരിച്ചെഴുതിയ ഓപ്ഷൻ ബി, പൂ അധികം അമ്പ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏത്? നങ്ങ്യാറാണ്, ഓപ്ഷൻ എ നങ്ങ്യാർ. നെക്സ്റ്റ് 95ാമത്തെ ക്വസ്റ്റ്യൻ, മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത്? മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ ബി തൂലമാണ് കേട്ടോ, തൂലം. നെക്സ്റ്റ്, താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഇതില് ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി മിടുക്കര്. അടുത്തത്, അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏതാണ്? ഓപ്ഷൻ സി വഴി കാണിക്കുക. നെക്സ്റ്റ്, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ എ പിപാസു കേട്ടോ, പിപാസു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15 എന്ന പദത്തെ ഘടക പദങ്ങളാക്കാനാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരിക, 10ഓ 15ഓ എന്ന് വരും. നെക്സ്റ്റ്, ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ഉരുളക്കുപ്പേരി. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഓക്കെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.